ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗറിൽ നിന്ന് പുറത്തുവരുന്നത് മതതീവ്രവാദികളുടെ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഹിന്ദു പെൺകുട്ടിയുടെ മാനം കാക്കാൻ ശ്രമിച്ച സ്വന്തം അമ്മാവനെ നടുറോഡിൽ വെച്ച് ജിഹാദികൾ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ ഒരു ഹിന്ദു യുവാവിനെ ഇസ്ലാമിക തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയതോടെ UP അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. എന്നാൽ വിവരമറിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് ബുൾഡോസറുകളുമായി സംഭവ സ്ഥലത്തെത്തി. പ്രതികളുടെ കടകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് യോഗി സർക്കാർ ശക്തമായ മറുപടി നൽകി കഴിഞ്ഞു. സന്ത് കബീർ നഗറിലെ ബഖീര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നാടിനെ നടുക്കിയ ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. കൊല്ലപ്പെട്ട ആനന്ദ് എന്ന 30-കാരന്റെ അനന്തരവളായിട്ടുള്ള ഹിന്ദു പെൺകുട്ടിയെ നാസിർ അലി എന്ന യുവാവ് ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത ആനന്ദ് നാസിറിനെ പരസ്യമായി മുഖത്തടിച്ചു. ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് നാസിർ അലിയും കൂട്ടുകാരും ചേർന്ന് ആനന്ദിനെ വാളുകൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം ആസൂത്രിതമായിട്ടുള്ള ഒരു ജിഹാദി ആക്രമണമാണെന്നാണ് അത് വ്യക്തമായതോടെ നാട്ടുകാർ കൂട്ടത്തോടെ തെരുവിലിറങ്ങി പ്രതികളുടെ കടകൾക്കും വീടുകൾക്കും അവർ തീയിട്ടു. പ്രതികളെ ഉടൻ തന്നെ എൻകൗണ്ടർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആനന്ദിന്റെ ഭാര്യയും ബന്ധുക്കളും മൃതദേഹവുമായി റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ സംഭവം UPയിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഹിന്ദു പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും അതിനെതിരെ പ്രതികരിക്കുന്ന ഹിന്ദു യുവാക്കളെ കൊലപ്പെടുത്തുന്നതും ഒരു വലിയ ആസൂത്രിത നീക്കമായിട്ടാണ് UPയിലെ ഭൂരിപക്ഷ സമുദായം കാണുന്നത്. ജാതി വ്യത്യാസമില്ലാതെ ഹൈന്ദവ ജനത ഒന്നടങ്കം ഇതിനെതിരെ സംഘടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ UPയിൽ കാണാൻ കഴിയുന്നത്. നാട്ടുകാരുടെ ഈ രോഷം സർക്കാരിനെതിരെയല്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് യോഗി സർക്കാർ ഉടനടി ബുൾഡോസർ ആക്ഷനിലേക്ക് കടന്നത്. പോലീസും കോടതിയും എന്ന് പറഞ്ഞ് കാലതാമസം വരുത്താതെ പ്രതികളുടെ കടകൾ അപ്പോൾ തന്നെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി യോഗി താൻ ആരോടൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ആനന്ദിന് നീതി ലഭിക്കാൻ വേണ്ടി കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവൻ എന്ന നിലപാടിലാണ് ഗ്രാമവാസികൾ. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പോലീസ് ലാത്തി ചാർജ് നടത്തിയെങ്കിലും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികളാണ് യോഗി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന കർശന സന്ദേശമാണ് ഈ ബുൾഡോസർ നടപടിയിലൂടെ സർക്കാർ നൽകുന്നത്. ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഏക സംരക്ഷകൻ യോഗി ആദിത്യനാഥ് മാത്രമാണെന്ന് ഈ ഒറ്റ നടപടിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സിസ്റ്റം